സെറ്റായി. നമ്മളിന്ന് പപ്പയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകും. പപ്പൻ്റെ ബർത്ത്ഡേക്ക് പപ്പൻ്റെ ബർത്ത്ഡേ ആവാനായി. സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. പപ്പയ്ക്കൊരു നല്ലൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ദൂരെയാണ് നമ്മൾ ഷോറൂമിലുണ്ട്. നമ്മൾ ഈ മാരുതി സുസുക്കി എന്നാണ് എടുക്കുന്നത്. ഏതാണെന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ പൈസ എല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പപ്പേനെ പറഞ്ഞ സ്വീറ്റ്സ് വാങ്ങാൻ പോയിട്ടുണ്ട് പപ്പ. ഏകദേശം അങ്ങളെയും വിളിച്ചിനി നമ്മൾ വരാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ടിനും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വിശേഷങ്ങളും അവിടെ പോയിട്ട് കാണാം കേട്ടോ. അടിപൊളിയാണ്, സൂപ്പർ ഗിഫ്റ്റാണ്. നമുക്ക് കാണാം. ഓക്കെ. അങ്ങനെ കുറേ നാളിലെ ഒരു ആഗ്രഹമായിരുന്നു പപ്പയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്, പപ്പേൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അങ്ങനെ ഞാനും മമ്മിയും കൂടി കുറച്ച് പൈസ എല്ലാം കളക്ട് ചെയ്ത് വെച്ച് കുറേ മാസങ്ങളായിട്ട് ചെയ്യുന്നതായിരുന്നു ഇത്. അപ്പോൾ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ ഫൈനലി ഒരു ഗിഫ്റ്റ് പപ്പയ്ക്ക് കൊടുക്കലായി. അതാണ് സ്കൂട്ടി. നമ്മൾ ആക്സസിൻ്റെ സ്കൂട്ടറാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നേരത്തെ പോയി ഓർഡറെല്ലാം ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കിനി. അപ്പോൾ സൺഡേ സച്ചു വരും അവൻ്റെ ഹോസ്റ്റലിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ സൺഡേ ഡെലിവറി ചെയ്യാൻ പറഞ്ഞോട്ടെ അവരോട്. അപ്പോൾ നമ്മൾ ഫൈനലി പോയി. നമ്മൾ വീട്ടിൻ്റെ അടുത്താണ്, ഒരു 10-15 മിനിറ്റ്സേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ, ഷോറൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തു. ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ രതീഷങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി, രതീഷങ്ങൾ പിന്നെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളൊരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി പോലായി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാം സെറ്റാക്കി വെച്ചതിന് മുമ്പ് ഇതാണ് നമ്മളെ സ്കൂട്ടി ആക്സസ് 125. അതിൻ്റെ മോഡൽ ഏതാണെന്ന് നമുക്കറിയില്ല, പക്ഷേ 125cc ആണ്, മാറ്റ് ബ്ലൂ കളറാണ്. അത് എനിക്കറിയില്ല കേട്ടോ. ഈ ഇതെന്നാ സ്കിൻ ഉൾട്ടയായിപ്പോയെ. ഓക്കെ, ഇത് നമ്മൾ രതീഷങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും രതീഷങ്ങളെ അറിയായിരിക്കും. ഹീ സോ ഫേമസ് ഇൻ അവർ ചാനൽ. പിന്നെ അവരും കൂടി നോക്കുന്നതിന് വണ്ടി എങ്ങനെയുണ്ട്, എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ട വണ്ടി എടുത്തിന് കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർ എല്ലാവരും ചെറിയ പിള്ളേരും ആക്സസിന് എടുക്കുന്നത്. നമ്മൾ ജുപ്പിറ്ററും ആക്റ്റീവിൽ എടുക്കാൻ നോക്കിനി, പക്ഷെ നമുക്ക് കളർ അങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആക്സസ് എടുക്കാം, മാരുതി സുസുക്കിൻ്റെ ആക്സസ് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ടോട്ടൽ എമൗണ്ട് 1,14,500 rupees. ഇത്രയാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വണ്ടി ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണം. അപ്പോൾ ഞാനും മമ്മിയും പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ വണ്ടിക്ക് പൂജ ചെയ്യും, മാല ഇട്ട് കൊടുക്കും, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ നമ്മളെ സൈഡിൽ അതൊന്നും ചെയ്യാത്തതുകൊണ്ട് പപ്പ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ലഡ്ഡു വാങ്ങിയിരുന്നു ഷോപ്പിൽ പോയിട്ട്. അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഷോറൂമിൽ എല്ലാവർക്കും കൊടുത്തു. പിന്നെ നമ്മുടെ രതീഷങ്ങളിലും പപ്പക്കും നമ്മളെല്ലാവരും കൂടി കഴിച്ചപ്പോഴും നല്ല കാര്യം നടക്കുമ്പോൾ ഒരു മധുരം കഴിക്കണം എന്നില്ലേ. അപ്പോൾ ആ ഒരു ഇതിലായിട്ട് എല്ലാവർക്കും മധുരം കൊടുത്തിട്ട് മധുരം കഴിച്ചു കേട്ടോ. അപ്പോൾ പപ്പേൻ്റെ സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. പപ്പേൻ്റെ വയസ്സ് എത്രയാണെന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം വയസ്സ് പറയാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാത്തിനുള്ള സമയമുണ്ട്, ദാസാന്ന് പറയുന്ന മാതിരി അതിനുള്ള സമയം വരും. അപ്പോൾ പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മെയിൻ എയിം ഉണ്ടായത് അങ്ങനെ നമ്മൾ ആഗ്രഹം പോലെ പപ്പയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അതിനുശേഷം നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം. പിന്നെ പപ്പേൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആയെന്ന് സച്ചു ഉണ്ടാവില്ല. അവൻ കോളേജ് ആയതുകൊണ്ട് സൺഡേ കോളേജ് ഇല്ലോണ്ട് അവന് പിന്നെ ഹോസ്റ്റലിൽ നിർബന്ധമാണ്, അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സൺഡേ ഡെലിവറി എടുത്തു. ബർത്ത്ഡേ അന്ന് സെലിബ്രേറ്റ് ചെയ്ത് നമ്മളൊരു സ്ഥലത്തേക്ക് പോയി. അത് നമുക്ക് എൻഡ് ഓഫ് ദി വീഡിയോയിൽ കാണട്ടെ എവിടെയാണ് പോയിരുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വീക്ക് 25th നവംബറിലാണ് പപ്പേൻ്റെ ബർത്ത്ഡേ, ഓർ 1st ഡിസംബറിലാണ് പപ്പേൻ്റെ നക്ഷത്രം വരുന്നത്. അപ്പോൾ 25th നമ്മളങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റാറ്റസ് ഇട്ടു. അതിന് 2 ദിവസം മുമ്പേ നമ്മൾ വണ്ടി എടുക്കാൻ പോയേ. പിന്നെ വിചാരിച്ചു സച്ചു വരും 27, 28 ആകുമ്പോൾ. അപ്പം നമുക്ക് കേക്കും കുറച്ച് നമ്മൾ 4 ആൾക്കാരുമായിട്ട് ചെറിയൊരു പാർട്ടികൾ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കൂട്ടിനേനും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടി പോയിട്ട്, അപ്പോൾ പിന്നെ നമ്മൾ വണ്ടി എടുത്തത് നമ്മൾ പഴയ വണ്ടിയും രതീഷങ്ങളുടെ വണ്ടിയും പിന്നെ 2 വണ്ടിയാണ് എടുത്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയും. അപ്പോൾ നമ്മൾ വരുമ്പം സച്ചു ഓട്ടോന് വന്നു, ബാക്കി എല്ലാവരും വണ്ടിക്ക് വന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് വണ്ടി ഉണ്ടല്ലോ, പുതിയ വണ്ടി വന്നില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്
നമ്മൾ പുതിയ വണ്ടി എടുത്ത് നമ്മൾ പഴയ വണ്ടി ഷോറൂമിന് മുമ്പ് തന്നെ വെച്ചിട്ട് നമ്മൾ പുതിയ വണ്ടി എടുത്ത് രതീഷ് അങ്കിളിൻ്റെ വണ്ടിയും എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയും കൂടി എടുത്തിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോലെ ഒരു ചെറിയൊരു പാർട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നോക്കുമ്പോഴത്തേക്ക് രതീഷ് അങ്കിളിൻ്റെ വണ്ടി ഓഫായിട്ട് പിന്നെ ഫുൾ സീൻ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബാക്കിലായിരുന്നിട്ട് മമ്മിയും പപ്പയും അന്ന് വണ്ടി പോകുന്നത് കണ്ട എന്താ രസം. മമ്മി പപ്പയും വണ്ടി പോകുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ. നിങ്ങൾ എല്ലാവർക്കും ഈ കളർ ഇഷ്ടമായിരുന്നു കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ, പിന്നെ ദിശങ്ങളിൽ വണ്ടി ഫുൾ ഓഫായി. പിന്നെ അവിടെ പോയി കാണിച്ച് എൻജിൻ ഓയിലെല്ലാം മാറ്റി. പിന്നെ എൻജിൻ ഓയിൽ മാറ്റിയപ്പാട് പിന്നെ ഫുൾ പുക പിന്നെ ഫുൾ സീനായിനേനു. അതിൻ്റെ കഥ വേറെ തന്നെയാണ്. അങ്ങനെ സീനായി ലാസ്റ്റ് അങ്കിള് പുതിയ വണ്ടി തന്നെ ബുക്ക് ചെയ്തു കേട്ടോ. ആ വണ്ടി ഫുള്ള് പോയിനേനു. അതിനുശേഷം വണ്ടി അങ്കിളിനെ മാറ്റുന്ന സമയത്ത് ഞാൻ എൻ്റെ പുതിയ വണ്ടി കയറി ഇരുന്നു പപ്പേൻ്റെ അപ്പുറം. അങ്ങനെ നമ്മൾ ഫൈനലി സ്ഥലത്തെത്തി. ഇതാണ് നമ്മൾ മല്ലു സ്റ്റോറീസ്. പൂനെയിൽ ആകെ കിട്ടുന്ന മലയാള ഭക്ഷണം, കേരള ഭക്ഷണം ഇവിടെയാണ്. അല്ല വേറെ സ്ഥലത്തും കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് കംഫർട്ടബിളും ടേസ്റ്റിയായി തോന്നിയ സ്ഥലമാണ് മല്ലു സ്റ്റോറീസ്. അടിപൊളി കിടിലൻ സ്ഥലം. ഞാനിത് ഓൾറെഡി കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, കുറേ വീഡിയോസിലിട്ടിട്ടുമുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റും സൂപ്പർ സ്ഥലവും നല്ല ആംബിയൻസും ആണ്. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്, പൈസയും റീസണബിൾ ആണ്. അല്ലാണ്ട് പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ഫുൾ കുഴിമന്തി ഓർഡർ ചെയ്തു, അറബിയൻ മന്തി ഓർഡർ ചെയ്തു. പിന്നെ അതിന് കൂടാണ്ട് തന്നെ നമ്മൾ 6 ആൾക്കാരിലാണ് ഒരു 3 തലശ്ശേരി ദം ബിരിയാണി ഓർഡർ ചെയ്തു. ടേസ്റ്റ് നോക്കാൻ മാത്രം. ഞാനത് ടേസ്റ്റ് നോക്കി ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവർക്കും ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. പക്ഷേ ഇപ്രാവശ്യം പോകുമ്പോൾ അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മൾക്ക് ഫുള്ള് കഴിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ബാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് നമ്മൾ തലശ്ശേരി ബിരിയാണി. എൻ്റെ ഒരു കഷ്ണം ചിക്കൻ എടുത്ത്, നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു കേട്ടോ. ചിക്കൻ എടുത്ത് ചോറിലിങ്ങനെ നല്ല അടിപൊളി എല്ലാവരും കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ചിക്കൻ കാലാണ് എൻ്റെ ഫ്രണ്ടിന് കിട്ടിയത്. പിന്നെ അതിന് ശേഷം നല്ല വലിയ കുഴിമന്തിയായിരുന്നു. 700 റുപ്പീസാണ് ഒരു കുഴിമന്തിക്ക്. ഒരു സബ്സെ ഏറ്റവും കുറവുള്ളതാണ് കേട്ടോ. അത് അറബിയൻ കുഴിമന്തി. അറബിയൻ മന്തിക്ക് 700 റുപ്പീസ്. പിന്നെ അൽഫാം മന്തി, കാന്താരി മന്തി, അങ്ങനെ കുറേ മന്തി ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പൈസ കൊടും 800 900 അങ്ങനെ ഇതിൽ. അപ്പോൾ ഫുൾ കഴിച്ച് വയറ് നിറച്ചു. ഫുൾ കഴിഞ്ഞിട്ടാ. പിന്നെ ബാക്കി കുറച്ച് കുഴിമന്തി ബാക്കി ഉണ്ടായിനി. അത് നമ്മൾ എന്ത് ചെയ്തു, പാക്ക് ചെയ്തു. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണേ, ഞാൻ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ വീഡിയോസ് ലോങ് വീഡിയോ ഇട്ടിട്ട് അടുത്ത വീഡിയോസ് എങ്ങനത്തെ വീഡിയോസ് വേണം നിങ്ങളെല്ലാവരും കൂടി കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. നിങ്ങളൊന്നും അഭിപ്രായം ഒന്നും പറയാത്ത എന്തെങ്കിലും പറയാറാ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.